ഹലോ വ്യൂവേഴ്സ് ആൻഡ് വെൽക്കം ടു സ്റ്റാർ ജാം. ഈ ക്രിസ്മസ് നാളിൽ നമ്മളോടൊപ്പം ഉള്ളത് ഇസ് ദി യങ് ആൻഡ് ടാലന്റഡ് ആക്ടർ ഷൈൻ ടോം ചാക്കോ. ഹലോ ഷൈൻ ആൻഡ് വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ക്രിസ്മസ് ഏതായിരുന്നു? നമ്മൾ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്ന ആ 10 ദിവസത്തെ വെക്കേഷൻ കിട്ടാൻ, എക്സാം കഴിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് പുൽക്കൂട് ഉണ്ടാക്കാം, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം, കരോളായിട്ട് പോവാം, കരോളിന് പോയി കാശ് കുറച്ച് കളക്ട് ചെയ്യാം. അങ്ങനത്തെ ആക്ടിവിറ്റീസുകളൊക്കെ ഇപ്പൊ കുറവാണ്. ഈ വാടക വീട്ടിലായ കാരണം സ്വന്തമായിട്ട് പറമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കോൺവെന്റ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ഞാനും എൻ്റെ അനിയത്തിയും പോയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചില്ല നോക്കിയിട്ട് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയും, സിസ്റ്റേഴ്സ് ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കാൻ, ട്രീ ഉണ്ടാക്കാൻ. അപ്പോൾ അവർ വേഗം തരും. അത് നല്ല കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ കൊമ്പ് മുറിച്ച് കൊടുന്ന് വെച്ച് കുറച്ച് റിബണും പഞ്ഞിയൊക്കെ ചുരുട്ടി കൂട്ടി വെക്കും, മഞ്ഞ് പോലെ തോന്നിക്കാൻ. പിന്നെ കുറച്ച് പുല്ലൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വെച്ച് കുറച്ച് തടാകമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ചെറിയ രീതിയിൽ ഒക്കെയാണ് ക്രിസ്മസിൻ്റെ ഓർമ്മകൾ. പുൽക്കൂട് വളരെ നന്നായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഇളയമ്മയുടെ ചേട്ടന്മാരുണ്ട്, 4 ആൺപിള്ളേർ. അവരൊരു പറമ്പ് നിറച്ച് പുൽക്കൂട് ഉണ്ടാക്കി വെക്കും, വലിയ പുൽക്കൂട്. ഇപ്പൊ കരോള് പാടാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ നിങ്ങള്? അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കരോള് പാടുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഇന്ന് എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. Happy Christmas, Happy Christmas, Happy Happy Christmas, Happy Christmas, Happy Christmas, Happy Happy Christmas. സ്വർഗദൂതുമായി വരും സ്നേഹസാന്ത്വനഗാനം, ശാന്തിയായി രക്ഷയായി മണ്ണിലവിഷം. തീർന്നോ? Okay. This is from Star Jam for Shine. Thank you. കമ്മിങ് ടു ഷൈൻസ് ഫിലിം കരിയർ. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എനിക്കറിയാം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. കമൽ സാറുമായിട്ടുള്ള ഡയറക്ടർ കമൽ സാറുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പിലാണ്. നിങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലേ? സത്യമാണോ? പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കമൽ സാറും ഫാമിലീനെ പരിചയപ്പെടുന്നത്. അച്ഛനും അമ്മയും പൊന്നാനിയിലേക്ക് വന്ന് താമസിച്ച് ജോലി ചെയ്ത് താമസിക്കുന്ന ഒരു ഫാമിലി. അതേപോലെ തന്നെ കമൽ സാറും വൈഫും അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരേ ഏജിലുള്ള ആളുകളാണ് അവർ. അപ്പോൾ സാറിൻ്റെ വൈഫിനെ അവിടെ MESൽ പ്രൊഫസറായിരുന്നു. അപ്പം അങ്ങനെയാണ് സാറ് പൊന്നാനിലേക്ക് വരുന്നത്. സാറിൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാവുന്നതും. പിന്നെ കമൽ സാറിൻ്റെ മൂത്ത മകൻ പപ്ലു എന്ന് പറഞ്ഞാൽ ജനുസ് മുഹമ്മദ് ഇപ്പോൾ ദുൽഖറിനെ വെച്ച് പടം ചെയ്യുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജ്, അവരും സെയിം ഏജ്. പെട്ടെന്ന് വളരെ അടുത്തു. അങ്ങനെ ആ റിലേഷൻ ഇങ്ങനെ ഉണ്ടായി വലുതായി. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് കമൽ സാറിൻ്റെ കൂടെ സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമായിട്ട് സാറിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നത്. കമൽ സാർ ഉള്ളതാണ് നമ്മുടെ ധൈര്യം. എന്നാണ് നമ്മൾ ഈ കുറേ ഈ ആളുകളുടെ ഈ ഇന്റർവ്യൂസ് ഒക്കെ കാണും. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഫിലിമിൽ വന്നു നമ്മൾ ഒരുപാട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു വേ മൂവിയിലേക്ക് കടക്കാനുള്ളത്, അല്ലെങ്കിൽ മൂവിനെ പറ്റി പഠിക്കാൻ ഏറ്റവും നല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവുക എന്നുള്ളത്. അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ എല്ലാ വഴിയിലൂടെയും നമുക്ക് ട്രാവൽ ചെയ്യാം. ഫിലിമിന്റെ ഓരോ ഡേ ബൈ ഡേ എല്ലാ ഇഷ്യൂസിലൂടെയും കടന്നു പോകും. അപ്പോൾ അങ്ങനെ സാറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, സാർ എനിക്ക് സാറിൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഞാൻ സാറ് ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി ലിഫ്റ്റിലേക്ക് പെട്ടെന്ന് കയറി. അപ്പം ഞാനും ഓടിച്ചെന്ന് കയറി. അപ്പോൾ ഇപ്പുറത്ത് 4-5 പേരുണ്ട്, ആരെയൊന്നും എനിക്ക് മനസ്സിലാവില്ല. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സുകുമാർ ക്യാമറമാൻ തടിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ നിൽക്കുക, പുള്ളി ഇവിടെ നിൽക്കാൻ സാർ പറഞ്ഞു, സാർ ഞാൻ ചാക്കോ ചേട്ടൻ്റെ മോൻ. നീ എന്താ ഇവിടെ? ഇല്ല സാർ എനിക്ക് സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണോ? അപ്പോൾ നിനക്ക് പരീക്ഷയല്ലേ? കാരണം +2 പരീക്ഷ തുടങ്ങാൻ പോവാണ്. സാറും ജനുസും അതേ ഏജിലായ കാരണം അറിയാലോ. പരീക്ഷയില്ലേ? പരീക്ഷയാണ് സാർ. പരീക്ഷ കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് സാറ് എന്നെ അന്ന് തിരിച്ചയപ്പിച്ചു. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ എന്നുള്ള പടം തുടങ്ങാൻ പോകുന്നു തൃശ്ശൂരിൽ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ ബാഗ് പാക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ കാരണം പിന്നെ ഞാൻ ചോദിക്കാമെന്നില്ല. ഇനി ഫോൺ ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ മുൻകൂർ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞാലോ വിചാരിച്ചിട്ട് നേരെ ലൊക്കേഷനിലേക്ക് ഇറങ്ങി. ലൊക്കേഷനിലെത്തി ഒരുപാട് പേര്, എഞ്ചിനീയറിംഗ് കോളേജ്, ജിഷ്ണു സിദ്ധു എന്ന ആദ്യത്തെ പടം അവർക്ക് സാർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഞാനും ചെന്നു, ഞാനും അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്.
അപ്പം എനിക്ക് എന്താ വർക്ക് ചെയ്തതെന്നൊന്നും അറിയില്ല. അന്നത്തെ ഷൂട്ടിംഗ് ഉച്ച വരെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. എവിടെ വർക്ക് ചെയ്ത് തുടങ്ങി? നീ എന്താണ് അവിടെ? അല്ല സാറ് പറഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ അടുത്ത പടം മുതൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു. റൂമിലെത്തിയിട്ട് സാർ പറഞ്ഞു, ഷൈൻ എന്തോ ഒരുപാട് പേരുണ്ട്, ഇപ്പോൾ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ഒരാളുണ്ട്, ഇപ്പം തന്നെ ഒരു 7-8 പേരുണ്ട്. ഞാൻ പറഞ്ഞു സാർ കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഡെയിലി വന്നോളാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം, ഇവിടെ തൃശ്ശൂരായതുകൊണ്ട് എനിക്ക് നിൽക്കാമല്ലോ, ഒരു തരത്തിലും ഞാൻ പോവില്ല എന്ന് മനസ്സിലായി. സാറ് പറഞ്ഞു ഓക്കെ ഡ്രസ്സായിട്ട് വന്നു, വീട്ടിൽ പറഞ്ഞു ഇവിടെ ഞാൻ റൂം പറയാം. അങ്ങനെയാണ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഗദ്ദാമ എന്ന് പറയുന്ന സിനിമയിൽ ചാൻസ് കിട്ടുകയും അതിന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരികയും ചെയ്യുന്നത് അല്ലേ? അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടർന്നതിൻ്റെ ഇടയിലാണ് പടം ചെയ്യാം എന്നുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നു, കഥ ഏറ്റിരിക്കുന്നു. ആ സമയത്ത് ആണ് ഞാൻ മുടി വളർത്താൻ തീരുമാനിക്കുന്നത്. മുടി വളർത്തുക എന്നുള്ള ചെറുപ്പം മുതലുള്ള ആഗ്രഹം, എഴുത്തും പരിപാടികളും എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിട്ടുമാറി നിന്നാലാണ് അത് നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ നിന്ന സമയത്താണ് മുടി വളർത്തിയത്. സാറ് കണ്ട വഴിക്ക് സാറ് ഹാപ്പി, ഒരു പടത്തിൽ ഒരു ക്യാരക്ടറിന് കിട്ടിയ പോലെ ഇത് കൊള്ളാം ഷൈൻ, ഇത് കൊള്ളാം, മുടി വെട്ടണ്ട, താടിയും കൂടി വളർത്ത്. അങ്ങനെയാണ് ബഷീർ എന്ന് പറയുന്ന ക്യാരക്ടർ കിട്ടുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, எங்க கூட்டிட்டு போற? போ, எங்கேயாவது போய் தப்பிச்சிரு, நிக்காத, போ. அவங்க கண்ணுல படுறதுக்கு முன்னாடி ஓடிடு, இப்படியே நேரா ஓடு, இங்க நிக்காத, போ, எங்கேயாவது ஓடி போ, உன் மானத்தை காப்பாத்திக்கோ, போ, தப்பிச்சு போயிடு. السلام عليكم ورحمة الله. السلام عليكم. ها تسوي روحك تصلي؟ فين الحرمة؟ قل لي يا حيوان، قل لي فين وديته، فين؟ قل لي يا كلب، قل لي فين وديته، فين؟ قل لي يا حيوان، قل لي.